നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പലരെ അറസ്റ്റ് ചെയ്തു. പല നേതാക്കൾ ആ കൂട്ടത്തിലുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, ഇങ്ങനെ പോവുകയാണ് ആ പട്ടിക. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് കണ്ടോ? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തു എന്ന് പറയാനുണ്ടോ? എന്തേ ഇല്ലാതിരുന്നത്? ലോക്സഭ ഏക ഇടതുപക്ഷ MP അപ്പോൾ തൊട്ടുള്ള ആലപ്പുഴയിലെ ആരിഫ് ഏക MP ആണെങ്കിലും ആരിഫിന്റെ ശബ്ദം ശക്തമായി ലോക്സഭയിൽ ഉയർന്നു. ഇതിനെതിരെ കോൺഗ്രസ് MP-മാരോ സാങ്കേതികമായി എതിർത്തു വരുത്തി. പിന്നെ പോയി മൂലയിൽ ഒളിച്ചു, കാണാനില്ല. ഇതല്ലേ ഉണ്ടായത്? രാജ്യസഭ എളമരം കരീം, ബിനോയ് വിശ്വം, KK രാഗേഷ്, അങ്ങനെയുള്ള MP-മാർ, ഇടതുപക്ഷ MP-മാർ ശക്തമായി പ്രതിഷേധിച്ചു. ഇതിനെതിരെ ഭേദഗതി കൊടുത്തു. ബില്ല് വോട്ടിലിടണമെന്നാവശ്യപ്പെട്ടു. എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു. ജനുവരി ആകുമ്പോഴേക്ക് 2020 ജനുവരി ആകുമ്പോഴേക്ക് ഡൽഹിയിൽ പ്രക്ഷോഭം വലിയ തോതിൽ കനത്തു. എവിടെയെങ്കിലും കോൺഗ്രസ് MP-മാരെ കാണാൻ കഴിഞ്ഞോ? കോൺഗ്രസ് നേതാക്കളെ കാണാൻ കഴിഞ്ഞോ? അവിടെ ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നവർക്കെതിരെ സംഘപരിവാറിൻ്റെ രോഷം അണപൊട്ടി. വടക്ക് കിഴക്കൻ